പഠിക്കുന്ന സമയത്ത് ഫ്ലവേഴ്സിറ്റിയിലെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി കണ്ടുള്ളവരെന്ന് കൈയടിക്കാവോ? ഫ്ലവേഴ്സിറ്റിയിലെ കോമഡി ഉത്സവം. ആ പരിപാടിയുടെ ഭാഗമാവണമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യത്തെ ഓഡീഷന് പോയി, എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ ഓഡീഷന് പോയി, കിട്ടിയില്ല. മൂന്നാമത്തെ ഓഡീഷന് പോയി, കിട്ടിയില്ല. ഞാൻ എൻ്റെ കോളേജ് ലൈഫിലോ ഞാൻ പങ്കെടുത്ത ഓരോ മിമിക്രി വേദിയിലും എനിക്ക് ഇന്നേ വരെ ദൈവം അനുഗ്രഹിച്ച് ഫസ്റ്റ് കിട്ടിയിട്ടില്ല. എപ്പോഴും രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ മൂന്നാം സ്ഥാനം. ഞാൻ 750 പേരുള്ള ഓഡീഷനിൽ നിന്നാണ് കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഞാൻ സൗബിൻ ഷാഹിർ എന്ന മലയാള നടന്റെ ശബ്ദം ആ വേദിയിൽ അവതരിപ്പിക്കുകയും അത് എന്റെ തലവര തന്നെ മാറ്റുകയും ചെയ്തു. കുറച്ച് സിനിമകളുടെ പേര് ഞാൻ പറയാം, കണ്ടിട്ടുള്ളവരൊന്ന് കൈയടിക്കണം. റോസാപ്പ് എന്ന നീരജ് മാധവ് ബിജുമോഹൻ കൂട്ടുള്ള ചിത്രം കണ്ടിട്ടുള്ളവരൊന്ന് കൈയടിക്കാവും. കുട്ടനാടൻ മാർപ്പാപ്പ എന്നെ കണ്ടിട്ടുള്ളത്. അത് ലൈറ്റ് ഓഫിയല്ലേ, എന്നെ കാണത്തില്ല, നല്ല നിറവാ. അതുപോലെ നമ്മുടെ യമണ്ടൻ പ്രേമത, ദുൽഖർ സൽമാൻ നായരുടെ യമണ്ടൻ പ്രേമത, വികൃതി. അങ്ങനെ ഒരു 7-8 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടത് സൗബിനിക്കയുടെ അഭിനയവും എന്റെ ശബ്ദവുമായിരുന്നു. അത് വൈക്കത്തപ്പം തന്നെ ഏറ്റവും വലിയ, ഞാൻ വൈക്കം സ്വദേശിയാണ്, വൈക്കത്തപ്പം എന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി കയറുന്ന എത്രയുണ്ട്? നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നമ്മൾ ഈ TV ഒക്കെ വെച്ച് കഴിയുമ്പോൾ പട്ടിന്റെ പ്രൗഢിക്ക് കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞ പൃഥ്വിരാജ് ഒന്ന് പറഞ്ഞിട്ട് പോകും. പുള്ളി അത് അഭിനയിച്ചിട്ടേ ഉള്ളൂ, ശബ്ദം കേൾക്കുന്നത് എന്റെയാണ്, അതും ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പറ്റിക്കലൊക്കെ ഞാനിങ്ങനെ പറ്റിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പൊ ഒരു 25 വയസ്സ് പിന്നിടുന്നു. ഞാൻ 20-ാം വയസ്സിൽ ജോലിക്ക് കയറിയ വ്യക്തിയാണ്. 20-ാം വയസ്സ് മുതൽ പല പല ജോലിക്ക് ഞാൻ പോയി. എല്ലാ ജോലിയും നോക്കി, ഒന്നും സിങ്ക് ആവുന്നില്ല. 23-ാമത്തെ വയസ്സിൽ എനിക്ക് മാസ്റ്റർ എഡ്യൂക്കേഷൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പിനകത്ത് സെയിൽസിൽ മാനേജറായിട്ട് ഒരവസരം കിട്ടി. 40,000 രൂപ എനിക്ക് ശമ്പളമൊക്കെ ഉണ്ട്. ഹാപ്പി ലൈഫ് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഒരു ക്യാബിനകത്ത് അടച്ചുമുറിൽ AC-ക്കകത്ത് സെയിൽസിന്റെ അസിസ്റ്റന്റ് മാനേജർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 10 പേരെ എന്ന് ഞാൻ അഭിസംബോധന സംസാരിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു തുറന്ന ക്രൗഡിൽ ഒരു 5000-6000 പേര് അഭിസംബോധന നല്ലൊരു കൈയടി തരാമോ എന്ന് ചോദിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. ആ ഇഷ്ടം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. ആ ഇഷ്ടത്തെ സപ്പോർട്ട് ചെയ്ത് നീ നിന്റെ വഴിയെ പൊക്കോ എന്ന് പറഞ്ഞ എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എല്ലാ വേദിയിലും നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. കാരണം അവരാണ് എൻ്റെ സ്ട്രെങ്ത്. ഞാൻ അതിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഏതൊരു മിമിക്രിക്കാരന്റെ ആഗ്രഹം മിമിക്രിയുടെ ലെജൻസിന്റെ കൂടെ കയറി നിൽക്കുക, മിമിക്രിയുടെ ലെജൻസിന്റെ കൂടെ പരിപാടി അവതരിപ്പിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഞാൻ റോൾ മോഡലാക്കി വെച്ചിരുന്ന അനുകരണ കലയിലെ എൻ്റെ ഗുരുസ്ഥാനീയൻ, ഞാൻ TV-യിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദിലീപേട്ടൻ, അതുപോലെ നാദർഷിക്ക, മനോജ് ഗിന്നസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഈ മിമിക്രിക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ അപ്പം ഫീൽഡ് ഔട്ട് ആവും. ഈ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി വന്നതിന് ശേഷം ഒരു കല്ലെടുത്ത് മോഡറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരുത്തിനും ഒരു ശബ്ദവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ ഈ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാറി നിന്നുകൊണ്ട് എനിക്ക് വീണ്ടും ട്രാക്കിലേക്ക് എത്താൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഹാർഡ് വർക്ക് കൊണ്ടും ഡിറ്റർമിനേഷൻ കൊണ്ടും ദിലീപേട്ടൻ, നാദർഷിക്ക, കോട്ടയം നസീർ തുടങ്ങിയ 3 പേരുടെ കൂടെ നിന്ന് മിമിക്രി അവതരിപ്പിച്ച ഈ ജനറേഷനിലെ ഒരേ ഒരാൾ ഞാനാണ്. അതും വൈക്കത്തപ്പം എന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞു, വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, കുറച്ച് താരങ്ങളുടെയൊക്കെ ശബ്ദം അവതരിപ്പിക്കണം, പറ്റുമെങ്കിൽ ഒരു പാട്ടൊക്കെ പാടണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ആക്കാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ കോളേജ് പരിപാടി എന്ന് പറയുമ്പോൾ പേയ്മെന്റ് ഒന്നും പറയത്തില്ല, തുടക്കമേ കയറി പോകും. കാരണം ഞാൻ ഈ സ്റ്റേജുകളിൽ ചെയ്യുന്നത് അമ്മൂമ്മമാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ മറ്റേ നിവിൻ പോളിയൊക്കെ ചെയ്യുമ്പോൾ ആരാന്ന് ചോദിക്കുന്ന ഇപ്പോഴും ആ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. നേരെ മറിച്ച് കോളേജിലാണെങ്കിൽ എനിക്ക് കൈയടി കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒടുക്കത്തെ മസിൽ കൊടുത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് സ്റ്റിൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പരിപാടിയൊക്കെ ചെയ്യാം, പരിപാടിയുടെ അളവ് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ അശ്വന്ത് അനിൽകുമാർ ഷോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ബോർഡൊക്കെ അടിച്ച് മറ്റേ ഫ്ലെക്സ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അശ്വന്ത് അനിൽകുമാർ ഷോ ഞാൻ ഒറ്റയ്ക്ക് 1 man ഷോ മാക്സിമം പോയി എനിക്ക് 1 മണിക്കൂർ എന്റർടൈൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട്, താഴെ പോകും. അപ്പോൾ ആ 1 മണിക്കൂർ ഞാൻ പരിപാടി കൊണ്ടുപോകണം വേണ്ട തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോ കയ്യടി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൗണ്ടിങ്ങിനെ കൂട്ടിക്കൊണ്ടിരിക്കും. കയ്യടി കുറവാണെങ്കിൽ ഞാൻ അനുസരിച്ച് നേരെ പുറകിലോട്ട് ശീലോട്ട് വന്ന് തിരിച്ചു കയറി ഞാൻ വീട്ടിലോട്ട് പോകും. അപ്പോ നല്ലൊരു, എല്ലാവരും ഒന്ന് ഫ്രഷ് ആണോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടി നല്ലൊരു കയ്യടി തുടക്കം തരാമോ? ഇത് മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോ ഞാൻ വലിച്ചു നീട്ടാണ്ട് കുറച്ച് സ്പോട്ട് ഡബിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോ? സ്പോട്ട് ഡബിങ് ഫ്ലവേഴ്സിറ്റിയിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലേ. അപ്പോ ഇവൻ പറഞ്ഞു ഇവന് മെയിൻ ആവണം ഇവിടെ, അതുകൊണ്ട് ഇവൻ തെരഞ്ഞെടുത്ത ആള് അടിപൊളിയാക്കണം, അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സാധാരണ സ്റ്റേജിൽ ഒരു 5-6 പേരുടെ ശബ്ദമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി 30 താരങ്ങൾക്ക് ഡബ് ചെയ്യാനുള്ള സാധനം ഉണ്ടോ? 30 താരങ്ങളെ പ്ലേ ചെയ്തു. അപ്പം ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. ഇൻ ഷോട്ട്, അതെ, ഒന്ന് പ്ലേ ചെയ്തു. വോളിയം പൊട്ടിക്കണേ, സ്കിപ്പ് ചെയ്ത് കേട്ടോ.
വിനയ് ഫോർട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 30 താരങ്ങളുടെ ശബ്ദം നമ്മൾ ഇവിടെ ലൈവായിട്ട് ഡബ് ചെയ്യും. കേൾക്കുന്നുണ്ടോ?